അപ്പം ഞാൻ ഏകദേശം ഒരു 27 വർഷമായി ഇപ്പോൾ കപ്പലിൽ. ഓരോ പ്രാവശ്യവും ഞാൻ ഈ ന്യൂസ് കാണുമ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഞാനൊരു ചീഫ് എഞ്ചിനീയറാണ്. അപ്പോൾ ആ ചീഫ് എഞ്ചിനീയർ അന്ന് ആ കപ്പലിലെ ചീഫ് എഞ്ചിനീയർ എങ്ങനെ ഒരു സ്ഥിതിയിൽ കൂടെ ആയിരിക്കും കടന്നുപോയത്, അല്ലെങ്കിൽ ആ ഒരു ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കും ആ സ്ഥിതിയിൽ കൂടെ കടന്നുപോയത്. അപ്പം അവർ എന്തുകൊണ്ടായിരിക്കും ആ ഒരു കപ്പൽ പ്രശ്നത്തിൽപ്പെട്ടത്. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു കപ്പലിന് ഒരു സിസ്റ്റം മാത്രമല്ല, ബാക്കപ്പ് സിസ്റ്റം ഉണ്ട്, സെക്കൻഡ് ബാക്കപ്പ് സിസ്റ്റം ഉണ്ട്, തേർഡ് ബാക്കപ്പ് സിസ്റ്റം ഉണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ തേർഡ് ബാക്കപ്പ് വരെയുള്ള ഒരു കപ്പലുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ കൈരളിക്കൊരു പ്രശ്നം പറ്റി എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കും, ഞാനിന്ന് കിട്ടാവുന്ന ഡേറ്റാസ് എല്ലാം ഞാൻ കളക്ട് ചെയ്തു. അതിന് ശേഷം എന്ത് സംഭവിച്ചിരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ തന്നെ ആയിരിക്കും കൈരളിക്ക് സംഭവിച്ചതെന്ന് ഞാൻ ഏതാണ്ടൊരു 80% വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ റഡാർ ശരിയല്ല. ആ റഡാർ അപ്പം അവർക്ക് പകലോ രാത്രിയോ ഒന്നും കാണാനൊക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ സംഭവിച്ചത് എന്തോന്ന് വെച്ചാൽ, അതിന് 8 ദിവസം കഴിഞ്ഞ് ജിബൂട്ടിയിലാണ്, അന്ന് ജിബൂട്ടിയിൽ മസ്കോട്ട് എന്ന് പറയുന്ന ഒരു ഏജൻറ്റിനെ അവർ ഏർപ്പെടുത്തിയിരുന്നു ആ ഓയിൽ അവിടെ പോയി ലോഡ് ചെയ്യാനായിട്ട്. അവിടെയാണ് അതിൻ്റെ അടുത്ത ഓയിൽ എടുക്കേണ്ടതും അടുത്ത ഭക്ഷണം എടുക്കേണ്ടതും. പക്ഷേ നമുക്കറിയാം, ഒരു 10% കൂടുതൽ ലോഡ് നമ്മൾ കയറ്റി കഴിഞ്ഞു. അപ്പം അന്ന് നമുക്കറിയാം ജൂലൈ ആണ്, മൺസൂണും ഉണ്ടായിരുന്നു. അപ്പം കടൽ വളരെ മോശം സ്ഥിതിയാണ്. അതുമല്ല, ഇതിനും കടലും മോശം സ്ഥിതിയാണ്, അതിന് ഇന്ധനവുമില്ല. കൈരളി എന്ന കപ്പലിന് പ്രധാനമായിട്ട് 2 ഫാക്ടറികളാണ് അപകടത്തിൽ വരാനുള്ള ഒരു കാര്യം. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റഡാർ അതിൻ്റെ അന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പേ കേടായിരുന്നു. പക്ഷേ ആ റഡാർ നന്നാക്കിക്കൊണ്ട് യാത്ര തുടങ്ങാനായിട്ടുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചില്ല. പ്രഷറൈസ് ചെയ്തുകൊണ്ട് അവരെ യാത്ര തുടങ്ങുകയായിരുന്നു ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതാണ്ട് 10% അധികം കാർഗോ കയറ്റുമ്പം നമുക്കറിയാം, കാർഗോ ഒരു കപ്പലിൽ ലോഡ് കയറി കഴിഞ്ഞാൽ പർട്ടിക്കുലർ സ്പീഡിൽ പോകണമെങ്കിൽ അതിഭയങ്കരമായിട്ട് ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും. ഏതാണ്ട് 25% ഇന്ധനം അധികമായിട്ട് ഉപയോഗിച്ചെങ്കിലേ സെയിം സ്പീഡ് കിട്ടത്തുള്ളൂ. അപ്പം ആ ഇന്ധനവും നമുക്ക് കേവ് ഭാരവും കൂടുതലായിരുന്നു. പിന്നെ നമുക്കറിയാം, ജൂൺ ജൂലൈ സമയത്ത് മൺസൂൺ സമയമാണ്. മൺസൂൺ സമയത്ത് കേരളത്തിൻ്റെ തീരത്ത് അറബിക്കടലെന്ന് പറയുന്നത് 4 മീറ്റർ വരെ തിരമാലകളുണ്ടാവും. അപ്പോൾ അതിനകത്തൂടെ അതേ സ്പീഡിൽ പോകാമെന്ന് പറയുമ്പോൾ ശരിക്കും അവർക്ക് ആ ഒരു 8 ദിവസത്തെ ഇന്ധനം പോരായിരുന്നു. അപ്പോൾ 8 ദിവസത്തെ ഇന്ധനം അവർക്ക് വെച്ചുകൊണ്ട് അവർ യാത്ര തുടങ്ങി. അവർക്ക് 7 ദിവസത്തെ ദൂരം കഴിഞ്ഞിട്ട് വേണം ജിബൂട്ടിയിലെത്തി അവർക്ക് ഇന്ധനം എടുക്കാൻ. പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല. അവർ 6ാമത്തെ ദിവസം ഒരു സ്ഥലത്ത് നങ്കൂരമിടേണ്ടി വന്നു. ആ സ്ഥലമെന്ന് പറയുന്നത് ഒരു സുക്കോത്ര എന്ന് പറയുന്ന ഒരു ദ്വീപിൻ്റെ ഐലൻഡ് തീരത്ത് വെച്ചാണ്. നമ്മൾ ഈ കൈരളിയുടെ ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് നോക്കിയാൽ നമുക്ക് കാണാനൊക്കും, സുക്കോത്രയുടെ തീരത്ത് വെച്ച് വേറെ പല കപ്പലുകളും ഈ കൈരളിയെ കണ്ടതായിട്ടുണ്ട്. അന്ന് കൈരളി ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് അവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ പലരും കണ്ടതും പല റിപ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അതാണ് ആ കൈരളി സുക്കോത്രയുടെ ഐലൻഡിൻ്റെ തീരത്ത് പോയി ആങ്കർ ഇടാനായിട്ടുള്ള കാരണം. അന്ന് 51 പേരുണ്ടായിരുന്നു ആ കപ്പലിൽ. അപ്പോൾ ക്യാപ്റ്റൻ, ഈ വോയേജിന് ഞാൻ പറഞ്ഞില്ലേ, ക്യാപ്റ്റൻ 3 വർഷമായിട്ട് ഈ കപ്പലിലുണ്ട്. ക്യാപ്റ്റൻ മരിയാദാസ് ആയിരുന്നു അന്ന് ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത്. പുള്ളി ഒരു കോട്ടയംകാരനായിരുന്നു. അപ്പോൾ പുള്ളിയും ഭാര്യയും ഈ നോർവേയിൽ നിന്നും ഈ കൈരളിയെ കൊണ്ടുവന്നത് തന്നെ ക്യാപ്റ്റൻ മരിയാദാസാണ്. പുള്ളിക്ക് ആ കപ്പലിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് കാര്യങ്ങളും അറിയാം, നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് അറിയാം, A to Z ഉള്ള കാര്യങ്ങളെല്ലാം ക്യാപ്റ്റൻ മരിയാദാസിന് അറിയാം. ആ ക്യാപ്റ്റൻ മരിയാദാസ് പക്ഷേ ആ പർട്ടിക്കുലർ വോയേജിൽ പുള്ളിയുടെ ഭാര്യയെ വീട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. കാരണം പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത്. ആ സമയത്ത് ചീഫ് എഞ്ചിനീയറുടെ ഭാര്യയും ആ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ അങ്ങനെ കൂടാതെ 51 പേരും ഉണ്ടായിരുന്നു. അന്ന് സംഭവിക്കുന്നത് എന്തുവാണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കൂട്ട് ഒരു കപ്പൽ ഇന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പേ അതിന് മിനിമം സേഫ് മാനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ യാത്ര പുറപ്പെടണമെങ്കിൽ അതിനകത്ത് ഇത്ര ക്രൂ ഉണ്ടായിരിക്കണം. അതാണ് മിനിമം സേഫ് മാനിങ് സർട്ടിഫിക്കറ്റ്. അത്
കൊടുക്കുന്ന അതോറിറ്റി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റിയാണ് അത് തീരുമാനിക്കുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ സേഫ് മാനിങ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. അവരെന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു കപ്പൽ ഇപ്പം ഗോവയിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഗോവയിൽ നിന്ന് പുറപ്പെടുന്നതിന് ഒരു തലേന്നോ മറ്റോ കുറച്ച് ആളുകളെ അവർ കൂട്ടമായിട്ട് വിളിച്ചിട്ട് ആ കപ്പലിലെ ജോലികൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കൈരളി എന്ന് പറയുന്ന കപ്പലിലെ ടോപ്പായിട്ടുള്ള ചീഫ് എഞ്ചിനീയറിനെയോ ഫസ്റ്റ് എഞ്ചിനീയറിനെയോ അല്ലെങ്കിൽ ക്യാപ്റ്റനെയോ ചീഫ് ഓഫീസറിനെയോ മാത്രമേ കൈരളി എന്ന ഷിപ്പിംഗ് കോർപ്പറേഷന് പോലും അറിയത്തുള്ളൂ. ബാക്കി ഉണ്ടായിരുന്ന 51 പേര് ആരാണ്? അല്ലെങ്കിൽ ഈ ഒരു 2020 കേസ്, അല്ലെ 2015 കേസ് നടന്നു. അന്ന് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് കേരളയോട് ചോദിച്ചു, അന്ന് സെയിൽ ചെയ്ത ആളുകളുടെ എല്ലാം പേര് കൊണ്ടുവരാൻ പറഞ്ഞു. അന്ന് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ അവരുടെ ഫുൾ പേര് കൊടുക്കാൻ ഒത്തില്ല. അന്ന് വളരെ കുറച്ച് കോമ്പൻസേഷൻ ഇവർക്ക് കൊടുത്തു. പക്ഷേ ആർക്കൊക്കെയാണ് കൊടുത്തതെന്നോ ഒന്നും ആരാണ് സെയിൽ ചെയ്തതെന്നോ കേരള ഷിപ്പിംഗ് കോർപ്പറേഷന് പറയാനൊത്തില്ല. പക്ഷേ 51 പേരുണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. അതിൽ 75% ആളുകളും മലയാളികളായിരുന്നു. ബാക്കിയുള്ളവർ കർണാടകക്കാരും ഗോവയിൽ നിന്നുള്ള ആളുകളുമായിരുന്നു. പേരുകൾ നമുക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മരിയാദാസ് ജോസഫിന് മാത്രമേ പേര് കറക്റ്റായിട്ട് പറയാൻ ഒക്കത്തുള്ളൂ. ചീഫ് എഞ്ചിനീയറിൻ്റെ അറിയാം, എറണാകുളത്ത് നിന്നുള്ള ആളാണ്. പുള്ളിയും ഭാര്യയും ആ അപകടത്തിൽ മരിക്കുകയാണ് ചെയ്തത്. 51 പേരും മരിച്ചോ എന്ന് തിരിച്ച് കരയിൽ വന്നിട്ടില്ല.